റഷ്യ ഉക്രൈനെ എത്രത്തോളം മോശമായി ആക്രമിച്ചുവെന്നും 650-ലധികം പ്രൊജക്ടൈൽസ് ഉപയോഗിച്ച് ഉക്രൈനിൽ എങ്ങനെ സ്ട്രൈക്ക് നടത്തിയെന്നുള്ളതെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ വളരെ സെൻസിറ്റീവായ ഒരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്. ഖേഴ്സൺ, സാബ്രോസിഷ്യ, ഡൊണറ്റ്സ്ക്, ലുഹാൻസ്ക് ഈ 4 പ്രവിശ്യകളുടെ പട്ടികയിൽ അടുത്തൊന്നുകൂടി ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. റഷ്യ ഔദ്യോഗികമായി തന്നെ നെപ്രോവോസ്കിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട്. ഈ വാർത്ത പറഞ്ഞത് ഞാൻ അല്ലെങ്കിൽ വെറുതെ ഞാൻ പറയുന്നതാണ് അങ്ങനെയുള്ള സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ BBC വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. റഷ്യ അവിടെ അകത്തേക്ക് കടന്നിട്ടുണ്ട്. കടന്നത് മാത്രമല്ല, അവിടെയുള്ള 2 പ്രധാനപ്പെട്ട ഗ്രാമങ്ങളെ പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. എങ്ങനെയാണ് ഒറ്റ രാത്രിയിൽ ഈ ഒരു ആക്രമണം നടത്തിയത്, ഉക്രൈന്റെ ശ്രദ്ധ തിരിപ്പിച്ചുകൊണ്ട് റഷ്യക്ക് ഇത്തരമൊരു സംഭവം നടത്താൻ എങ്ങനെ സാധിക്കും, എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഉക്രൈന്റെ നിപ്രോവോസ്ക് മേഖല ഉക്രൈനിൽ കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. വലിയ ജനസംഖ്യയുള്ള ഒരു പ്രവിശ്യ. ഡോൺബോസ് മേഖല ഉക്രൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഏറ്റവും വ്യാവസായികവൽക്കരിക്കപ്പെട്ട ഒരു മേഖല ഡോൺബോസ് മേഖലയാണ്. അതിൽ ഡൊണറ്റ്സ്കും ലുഹാൻസ്കും ഉൾപ്പെടുന്നുണ്ട്. ഉക്രൈന്റെ ഈ വ്യാവസായിക മേഖലകളിൽ 38%-ലധികവും ഡോൺബോസ് മാത്രമായിരുന്നു. അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട നഗരം. അതിനു പുറമെ നിപ്രോവോസ്ക് എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം 26%-ലധികം വ്യവസായമുള്ള ഒരു സോൺ. കൂടാതെ ഉക്രൈനിലുള്ളതിൽ മൊത്തം ഖനികളുടെയും പ്രകൃതി വിഭവങ്ങളുടെയും 16% ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രദേശം. ഇപ്പോൾ നിപ്രോവോസ്ക് എന്നത് റഷ്യക്ക് തന്ത്രപരമായി പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിപ്രോവോസ്ക് റഷ്യക്ക് തന്ത്രപരമായി പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ അവിടെയുള്ള ധാതു വിഭവങ്ങൾ റഷ്യക്ക് പ്രധാനപ്പെട്ടത്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം ആ പ്രദേശത്ത് റഷ്യ കൂടുതൽ മുന്നേറും തോറും മറ്റ് സ്ഥലങ്ങൾ ഉക്രൈന്റെ ഫ്രണ്ട് ലൈൻസ് അത്രത്തോളം വീക്കാകും. അപ്പോൾ ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ നോക്കിയാൽ അവിടെയുള്ള ധാതുക്കൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ റഷ്യക്ക് ഡോൺബോസ് മാത്രം മതി. ന്യൂക്ലിയർ എനർജിക്ക് സാബ്രോസിഷ്യ. ഇനി ക്രീമിയയുടെ ഒഫൻസീവിന് അല്ലെങ്കിൽ ഡിഫൻസീവ് പൊസിഷന്, ഭാവിയിൽ വരാൻ പോകുന്ന വാർഫെയറിന് അവർക്ക് ആവശ്യമായ ഡിഫൻസീവ് ലൈൻസിനൊക്കെ ഖേഴ്സൺ. ഈ വശത്ത് എത്നിക് റഷ്യൻസ്, അവിടെയുള്ള ധാതുക്കളും എടുക്കാൻ ഡോൺബോസ്. ഇങ്ങനെ ഇത് മാത്രം റഷ്യക്ക് മതിയാകും. എന്നാൽ ഇപ്പോൾ ഉക്രൈൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ കാര്യം, അവരുടെ ഡിഫൻസീവ് ലൈൻസിനെ കഴിയുന്നത്ര ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, ചെറിയ ചെറിയ ഇൻഫാൻട്രി ഫൈറ്റിംഗ് ഗ്രൂപ്പ്സിനെ ഫോം ചെയ്ത് റഷ്യയെ ഒരുപാടിടങ്ങളിൽ പിന്നിലേക്ക് തള്ളാനുള്ള ശ്രമങ്ങളും എടുക്കുന്നുണ്ട്. റഷ്യക്ക് ഇതെങ്ങനെ നേട്ടമായി മാറുന്നു, ഉക്രൈൻ ഇതെങ്ങനെയാണ് ദോഷമായി മാറുന്നത്, ഇതെല്ലാം നമുക്ക് 2 രീതിയിൽ പറയാൻ കഴിയും. ഒന്നാമത്തേത് ഇൻഫാൻട്രി ഫൈറ്റിംഗ് ഗ്രൂപ്പ്സ്. ഈ ഗ്രൂപ്പിൽ ഒരു പ്രത്യേക എണ്ണം സൈനികരുണ്ടാകും. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇത്രത്തോളം സൈനികർ ഉണ്ടാകുമല്ലോ, ഒരു 100ഓളം സൈനികർ. എന്നാൽ അതിനേക്കാളും വളരെ വളരെ കുറവ്, ഒരു 10 മുതൽ 20 അല്ലെങ്കിൽ 25 മുതൽ 30 സൈനികർ. ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി വിഭജിക്കും. ഇങ്ങനെ വിഭജിച്ചവരെ അകത്തേക്ക് അയക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ട്രാറ്റജി തന്നെ ഫോം ചെയ്തു. അതായത് കേഴ്സ്കിൽ റഷ്യ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തല്ലോ. ഓപ്പറേഷൻ സ്ട്രീമിൽ പെട്ടെന്ന് സർപ്രൈസായി അകത്തേക്ക് വന്ന് ആക്രമിച്ചത്, അതേ സ്ട്രാറ്റജി ഇപ്പോൾ ഉക്രൈൻ ഫോളോ ചെയ്യാൻ തുടങ്ങി, റഷ്യയും ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് റഷ്യ എങ്ങനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് പറയാം. എന്നാൽ അതിനു മുൻപ് ഉക്രൈൻ എന്ത് ചെയ്തു എന്നറിയാം. ഇങ്ങനെ ചെറിയ ചെറിയ ടാക്ടിക്കൽ ഗ്രൂപ്പ്സിനെ ഉക്രൈൻ റഷ്യയുടെ മുൻനിരയും കടന്ന് അകത്തേക്ക് കടത്തും. ഈ അകത്തേക്ക് പോകുന്ന എല്ലാവരും ഒരു സൂയിസൈഡ് മിഷൻസിന് വേണ്ടി പോകുന്നത് പോലെയാണ്. കാരണം അവർ തിരികെ വരാനുള്ള സാധ്യത ഇവിടെ സാധിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ അകത്തേക്ക് പോകുന്ന ഈ സൈനികർ കഴിയുന്നത്ര റഷ്യക്കാരെ എത്രത്തോളം കൊല്ലുന്നു എന്നുള്ളതാണ് ഇവിടെ ഉക്രൈന്റെ കണക്ക്. ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി അകത്തേക്ക് പോകുമ്പോൾ റഷ്യയുടെ റഡാറുകളെ കൊണ്ടത് കണ്ടെത്താനും കഴിയില്ല, പെട്ടെന്ന് നിരീക്ഷിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്കും ഇവിടെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായി. ഇതാണ് ഉക്രൈന്റെ സ്ട്രാറ്റജി. അതിൽ പാർഷ്യലി അവർക്ക് വിജയം ലഭിച്ചിട്ടുണ്ട്. ചില മേഖലകൾ റഷ്യയുടെ മുൻനിരയെ തടയാനുള്ള ശ്രമത്തിൽ അവർ വിജയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഇതിവർക്ക് എങ്ങനെ തിരിച്ചടിയായി എന്നറിയണ്ടേ? ഇപ്പോൾ ഉക്രൈൻ ഫോളോ ചെയ്തുകൊണ്ടുവന്ന ഈ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ തന്ത്രം, ഇത് റഷ്യ വളരെ കാലമായി ഇതേ തന്ത്രം തന്നെയാണ് പിന്തുടരുന്നത്. ഡോബ്രോബിള്ള എന്നൊരു പ്രദേശം ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ഡൊണറ്റ്സ്ക് പ്രദേശത്ത് നെപ്രോവോസ് അതിർത്തിയോട് ചേർന്നുള്ള പ്രധാനപ്പെട്ട ഗ്രാമം. ഇതിനൊരു ചെറിയ പട്ടണം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇവിടെ നിന്നും നെപ്രോവോസ്ക് അതിർത്തിയിലേക്ക് കുറച്ച് മീറ്റർ അകലമാണുള്ളത്. ഇപ്പോൾ റഷ്യ ഇത് ഒക്കുപ്പൈ ചെയ്തത് കൊണ്ട് തന്നെ ഉക്രൈന്റെ അടുത്ത പ്രവിശ്യയ്ക്കുള്ളിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയായി ഇത് മാറും. റഷ്യക്ക് ഇത് നേട്ടമായി തന്നെ മാറി. BBC വന്നിരിക്കുന്ന ഈ ആർട്ടിക്കിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡോബ്രോപിള്ള റഷ്യ പിടിച്ചെടുത്ത് അത് കൺഫേം ചെയ്തത് മാത്രമല്ല, ചെറിയ ചെറിയ ഇൻഫാൻട്രി ഫൈറ്റിംഗ് ഗ്രൂപ്പ്സിനെ ഫോം ചെയ്ത്, അതായത് ഉക്രൈൻ അവിടെ എന്താണോ ചെയ്തത് അത് തന്നെയാണ് റഷ്യയും ഇവിടെ ചെയ്തത്. എന്നാൽ വീണ്ടും ഡീപ്പായാണ് അകത്തേക്ക് പോയത്. 10 കിലോമീറ്ററോളം ഡോബ്രോപിള്ളയിൽ നിന്നും അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് പോകുന്ന ഈ റഷ്യക്കാർ ഇതേ ഓപ്പറേഷൻ സ്ട്രീമിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ചെയ്തത്. അകത്തേക്ക് പോകുന്നവരുടെ ഈ പ്രധാനപ്പെട്ട ജോലി
ലാൻഡ് മൈൻസ് കൂടുതൽ ഫിക്സ് ചെയ്യുക. ഉക്രൈൻ സൈനികർ വന്നാലും അവരുടെ ആർമഡ് വെഹിക്കിൾസ് വന്നാലും ശരി, എന്ത് വന്നാലും നശിപ്പിക്കുന്ന രീതിയിലുള്ള ട്രാപ്പ് സെറ്റ് ചെയ്യുക മാത്രമാണ് ഇവരുടെ ജോലി. ഒരു സർജിക്കൽ മിഷൻ എങ്ങനെയാണോ സംഭവിക്കുന്നത് അതേ രീതിയിൽ അകത്തേക്ക് കടക്കുക, ഉക്രൈന്റെ കണ്ണിൽ പെടാതെ ട്രാപ്പ് സെറ്റ് ചെയ്യുക, യാതൊരു ശബ്ദവും ഇല്ലാതെ തിരികെ വരിക. ഇങ്ങനെ മുഴുവൻ പ്രദേശത്തും ലാൻഡ് മൈൻ കൂടുതലുള്ള ഒരു സോണാക്കി മാറ്റി. അതിന് റെഡ് സോൺ എന്ന് പറയും. അങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഡോബ്രപിള്ളയിൽ നിന്നും അകത്തേക്ക് കടക്കേണ്ട ആവശ്യം പോലും റഷ്യക്കില്ല. അവിടെ നിന്ന് ഒഫൻസീവ് സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ സ്ട്രോങ് ഹോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ സാബ്ലുസിസ്ക് എന്നൊരു പ്രദേശമുണ്ട്, അതുപോലെ നോബോ ഹ്യൂറിക്ക എന്നൊരു പ്രദേശം. ഇവ രണ്ടും നിപ്രോവേർസ്കിൽ ഈ സാബ്രോസേഷ്യ ഫ്രണ്ടിനും ഡൊണറ്റ്സ് ഫ്രണ്ടിനും ഇടയിലുള്ള പ്രദേശമാണ്. ഇതിനെ ട്രയാങ്കിൾ വാട്ടർ എന്നാണ് പറയുന്നത്. ആ ഒരു പ്രദേശത്തുള്ള 2 പ്രധാനപ്പെട്ട ഗ്രാമങ്ങളുണ്ട്. അവിടെ അവരുടെ ഒഫൻസീവ് ഹോൾഡ് ചെയ്തിട്ട് ഉക്രൈനെ പല സ്ഥലങ്ങളിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയും ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അവർ അതേ തന്ത്രം തന്നെയാണ് പിന്തുടർന്നത്. ഈ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇത് വലിയ പട്ടണങ്ങളോ ധാരാളം ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളോ അല്ല. അപ്പോൾ വെറും ചെറിയ ഗ്രാമങ്ങളാണ്, പക്ഷെ അതിർത്തിയിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ്. പ്രായോഗികമായി പറഞ്ഞാൽ റഷ്യ ഈ സ്ഥലത്ത് നുഴഞ്ഞു കയറാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് സ്ഥിരീകരിച്ച വാർത്തയാണ്. വീണ്ടും എത്ര റഷ്യൻ സൈനികർ ഉക്രൈന്റെ ഡിഫൻസീവ് ലൈൻസ് തകർത്ത് അകത്തേക്ക് കടന്നു, എത്ര പേർ ഉക്രൈന്റെ ട്രെഞ്ച് വാർഫെയർ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയി എന്നൊന്നും ഇപ്പോൾ അറിയില്ല. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഉക്രൈന്റെ നിപ്രോവോസ്കിനുള്ളിൽ റഷ്യ അകത്തേക്ക് കടന്നിട്ടുണ്ട്. 2 ഗ്രാമങ്ങളെയും പിടിച്ചെടുത്തിട്ടുണ്ട്. 2 ഗ്രാമത്തെ അല്ലേ പിടിച്ചെടുത്തുള്ളൂ, 5ാമത്തെ ഒരു പ്രവിശ്യയിലേക്ക് കടന്നു. ഇത് റഷ്യക്ക് അത്ര വലിയ നേട്ടമാണോ, വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വലിയ കാര്യം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം റഷ്യ ഇത് ക്ലെയിം ചെയ്തിട്ടില്ല. വലുതായി ഒരു ക്ലെയിം നടത്തേണ്ട ആവശ്യമില്ല. കാരണം 2 ഗ്രാമങ്ങളെ പിടിച്ചെടുത്തു എന്നൊന്നും അവർക്ക് അവകാശപ്പെടാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ വാർത്തകളെല്ലാം എങ്ങനെ വരുന്നു എന്നറിയണ്ടേ? ഉക്രൈന്റെ മോറലിനെ ഇത് തീർച്ചയായും തകർക്കും. 5ാമത്തെ പ്രവിശ്യയ്ക്കുള്ളിൽ റഷ്യ കടന്നിട്ടുണ്ട്. റഷ്യ അവിടെ പ്രവേശിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിലും വലിയൊരു നെഗറ്റീവ് പോയിന്റായി തന്നെ ഉക്രൈന് മാറും. ഇതിനകം തന്നെ കാർഖീവിൽ ഒരു ഒഫൻസീവ് റഷ്യ ചെയ്തപ്പോൾ അതിന് ഉക്രൈൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? 5ാമത്തെ ഒരു പ്രദേശത്തെ റഷ്യയുടെ കൺട്രോളിലേക്ക് വിടാൻ പാടില്ല. 100-150 ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്താൽ പോലും അത് ശത്രുവിന് വലിയൊരു മേൽക്കൈ നൽകും. അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല എന്നുള്ളതിന് വേണ്ടി ഉക്രൈൻ എന്തെല്ലാം നടപടികൾ എടുത്തു. അവരുടെ എലൈറ്റ് യൂണിറ്റ്സിനെ എല്ലാം കാർഖീവിലേക്ക് മൂവ് ചെയ്തു. ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇതിനകം യുദ്ധം സംഭവിക്കുന്ന ഫ്രണ്ടിൽ 5ാമത്തെ പ്രവിശ്യ റഷ്യ പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഉക്രൈന് വലിയൊരു തലവേദനയായി തന്നെ മാറും. ഇപ്പോൾ ഇതിനും ഇന്നലെ നടന്ന ആക്രമണത്തിനും എന്താണ് ബന്ധം? ഒറ്റ രാത്രിയിൽ ഇത്രയധികം പിടിച്ചെടുത്തോ എന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ രാത്രിയിലാണ് സംഭവിച്ചത്. ഇന്നലെ ലോകം മുഴുവനും എന്താണ് ചിന്തിച്ചത്? റഷ്യ ഉക്രൈനിൽ ഇങ്ങനെയെല്ലാം സ്ട്രൈക്ക് ചെയ്തു. എല്ലാ മാധ്യമങ്ങളും എല്ലാ വാർത്താ ചാനലുകളും ഇക്കാര്യമാണ് പറഞ്ഞത്. യൂറോപ്യൻ യൂണിയന്റെ ഡെലിഗേഷൻ ഓഫീസിനെ ആക്രമിച്ചു, UK ഇംഗ്ലീഷ് ലേണിംഗ് അക്കാദമി ആ ഒരു ബിൽഡിങ്ങിനെ ആക്രമിച്ചു, ഇത്ര പേരെ കൊന്നു, അത്ര പേരെ കൊന്നു. ഇങ്ങനെ ആ ഒരു വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു ശബ്ദവും ഇല്ലാതെ ഈ 2 ഗ്രാമങ്ങളെയും റഷ്യ പിടിച്ചെടുത്തു. അപ്പോൾ തന്ത്രപരമായി പ്രധാനപ്പെട്ട 5ാമത്തെ മേഖലയിലേക്ക് റഷ്യ പ്രവേശിച്ചു. ഉക്രൈന് ഇപ്പോൾ മറ്റു മാർഗമൊന്നുമില്ല. മാത്രമല്ല ട്രംപ് വീണ്ടും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ പുടിൻ സമാധാനം കൊണ്ടുവരുന്നത് പോലെ തോന്നുന്നേയില്ല. ഈ സ്ഥാനത്ത് സമാധാനം സ്ഥാപിക്കാൻ അമേരിക്ക തീർച്ചയായും ഏത് തരത്തിലുള്ള ശ്രമവും എടുക്കാൻ തയ്യാറാണ്. സെലൻസ്കി റഷ്യയ്ക്ക് മേൽ ഇനി ആക്രമണം നടത്തരുത്, അതായത് ഉക്രൈൻ തിരിച്ചെത്ര അടിവാങ്ങിയാലും മോസ്കോക്കെതിരെ നിങ്ങൾ നടപടി എടുക്കാൻ പാടില്ല എന്ന് വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട്. കാരണം 114 ഡ്രോണുകൾ അയച്ചതിന് ശേഷം പോലും ഇത്ര വലിയൊരു ആക്രമണം തിരികെ വന്നിട്ടുണ്ട്. ഒരറ്റാക്ക് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് യാതൊരു ശബ്ദവും ഇല്ലാതെ സ്ഥലങ്ങളും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉക്രൈൻ ഇപ്പോഴുള്ളത് ഒരേ ഒരു വഴി മാത്രമാണ്. ഒന്നുകിൽ ശരി, നിങ്ങൾ പറയുന്നതിനെല്ലാം ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് റഷ്യയുടെ പക്കൽ കീഴടങ്ങുക, അല്ലെങ്കിൽ അമേരിക്കയുടെ പക്കൽ ഒരു സമാധാന സമ്മതം നൽകിയിട്ട് ചില ഈ ആഴ്ചകൾക്കുള്ളിൽ യുദ്ധത്തെ അവസാനിപ്പിക്കുക മാത്രമാണ്. അതുമല്ലെങ്കിൽ റഷ്യ ഭൂമി പിടിച്ചെടുക്കുന്ന സ്പീഡ് മെയ് മാസത്തിന് ശേഷം വളരെ കൂടിയിട്ടുണ്ട്. അതും അലാസ്കയിൽ സംഭവിച്ച ഈ സമാധാന ഉച്ചകോടിക്ക് ശേഷം അമേരിക്ക റഷ്യയ്ക്ക് ഒരു ബിസിനസ്സും നൽകുന്നുണ്ട്. നിങ്ങളുടെ പക്കൽ നിന്നും ട്രേഡ് ചെയ്യാം, നിങ്ങളുടെ പക്കൽ നിന്ന് ധാരാളം ബിസിനസ് ചെയ്യാമെന്നൊക്കെ ഇൻവെസ്റ്റ്മെന്റിനും ചാൻസ് നൽകിയിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ റഷ്യ ഉക്രൈൻ അധിനിവേശം 2.0 ആരംഭിച്ചിട്ടുണ്ട്. റഷ്യ ആക്രമിക്കുന്ന രീതി ആയിക്കോട്ടെ, ആക്രമിക്കുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, 2 മാസത്തിന് മുൻപ് വരെയും ഏതൊരു ഫോറിൻ മാനുഫാക്ചറിങ് യൂണിറ്റ്സിനെയും ആക്രമിച്ചിട്ടില്ല. അതായത് ഉക്രൈന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ ആക്രമിച്ചു കൊണ്ടിരുന്ന റഷ്യ ഇപ്പോൾ നേരിട്ട് ആ രാജ്യത്തിന്റെ കമ്പനികളെ തന്നെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇതെല്ലാം ഒരു സീരീസ് സെറ്റ് ഓഫ് എസ്കലേഷൻസായി മാറുന്നുണ്ട്. അപ്പോൾ ഉക്രൈൻ വളരെ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്. ഗുരുതരമായ സംഘർഷങ്ങളുടെ ഒരു കൂട്ടമായി തന്നെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഉക്രൈൻ അസ്വസ്ഥമായ ഒരു അവസ്ഥയിലാണ്. ഒന്നുകിൽ റഷ്യക്ക് ഭൂമിയെല്ലാം നൽകിയിട്ട് യുദ്ധം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ദിവസം തോറും ഈ ഒരു പ്രശ്നം ഇങ്ങനെ വർദ്ധിക്കുകയും കൂടുതൽ ഭൂമി ഉക്രൈന് നഷ്ടപ്പെടുകയും അവസാനം പ്രശ്നം അവസാനിപ്പിക്കാൻ റഷ്യക്ക് എല്ലാ സ്ഥലങ്ങളും നൽകേണ്ട ഒരവസ്ഥയിലേക്ക് വരും. എന്തായാലും റഷ്യ ഭൂമി നൽകുമെന്നുള്ളത് ഇതിനകം സ്ഥിരീകരിച്ചതാണ്. എല്ലാമല്ല ചിലത്. ഉക്രൈന് മറ്റു മാർഗമില്ല. ഇവർ എത്ര പെട്ടെന്ന് നൽകുന്നു, എത്ര ഭൂമി ഇവർ സംരക്ഷിക്കാൻ പോകുന്നു, ഇവ മാത്രമാണ് ഇപ്പോഴുള്ള ഒരേ ഒരു ചോദ്യം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. നിപ്രോവോസ്കിനുള്ളിലേക്ക് ഒഫീഷ്യലായി തന്നെ റഷ്യ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഓയിസോ വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.